അസർ നമ്മളെ ഞെട്ടിച്ചത് ആരാണ്? 10-35 പന്തിൽ സെഞ്ചുറി അടിച്ചൊക്കെ നമ്മളെ. അപ്പോൾ ഇത്തവണ നമ്മൾ അസറിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസിന്റെ കേസിൽ പ്രത്യേകിച്ച് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ഞാൻ കുറച്ച് ദൂരത്താണ്. അതിനേക്കാട്ടിലും ബെറ്റർ എനിക്ക് തോന്നുന്നു എനിക്കൊരു കുറച്ച് മാച്ചസ് ജയിച്ച് ആദ്യം ടീമിനെ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഗതി. അപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചുകൂടെ ക്രിക്കറ്റ് എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞൊരു 2 വർഷമായിട്ട്. സത്യം പറഞ്ഞാൽ അതാണ് സംഭവം. അപ്പോൾ എനിക്കിതിൻ്റെ മേലോട്ട് പോകണമെന്നോ ഇല്ലെങ്കിൽ അവരെന്നെ എടുക്കുമോ എന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല. ഞാൻ ഏറ്റവും നന്നായിട്ട് കളിക്കുക, എൻ്റെ ഏറ്റവും നല്ല ഫ്രെയിം ഓഫ് മൈൻഡിൽ നിൽക്കുക. തീർച്ചയായിട്ടും അന്ന് മുംബൈക്കെതിരെ കളിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു കാര്യം ഉണ്ടായില്ല, ഞാൻ ഏറ്റവും നല്ല ഫ്രെയിം ഓഫ് മൈൻഡിലായിരുന്നു. വേറെ ഞാൻ ഒന്നും ആലോചിച്ചിട്ടുള്ള ക്രിക്കറ്റ് അന്ന് കളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഫ്രെയിം ഓഫ് മൈൻഡിൽ നിൽക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒപ്പം ഉള്ള പ്രിയപ്പെട്ടവരൊക്കെ എതിർ ടീമിലാണ്. ഇപ്പൊ സൽമാൻ നിസാർ ആണെങ്കിലും രോഹനാണെങ്കിലും സച്ചിൻ ബേബി ആണെങ്കിലും ഒക്കെ എതിരാളികളായി വരുവാണ്. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം നമ്മളിത് KCL തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളേറ്റവും നല്ല ചങ്ങായിമാരാണ് റോപ്പിന്റെ പുറത്ത്. ഇത് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് റോപ്പിന്റെ അകത്ത് കളിച്ചാലേ ഈ ടൂർണമെന്റ് സക്സസ് ആവുള്ളൂ. ടൂർണമെന്റ് സക്സസ് ആയാലേ നമുക്ക് വിജയമുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പം തീർച്ചയായിട്ടും ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് കളിക്കുക എന്നുള്ള, അവരും നന്നായിട്ട് കളിക്കണം, എന്നാലും അവരെക്കാട്ടിലും നന്നായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ബെറ്റർ ആയിട്ട് കളിക്കും തോറും മേലോട്ട് കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്.